വളരെ സന്തോഷം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് 3 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ എന്തൊക്കെ തള്ളി, നേരത്തെ ഞാൻ പ്രസംഗിച്ചു, ചുമര എഴുതി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതി അവരുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞത് ഈ അയ്യപ്പസ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത് അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കും, ആ കേസ് പ്രശ്നം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പടിച്ചിട്ടില്ല. ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു. ഇലക്ഷൻ്റെ തലേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുന്നൊരു പെറ്റീഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമാണ് അത് കൊടുക്കേണ്ടത്. പക്ഷെ അതുപോലും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. എനിക്ക് പറയാനുള്ളത് 2021 ജനവിധി, ജനകീയ കോടതി എന്നെ വിജയിപ്പിച്ചു, UDF വിജയിപ്പിച്ചു. ആ ജനകീയ കോടതി വിധി വന്ന സമയത്ത് അത് BJPയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, വോട്ട് വിലയ്ക്ക് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാക്കി. ഞങ്ങൾ പോരാടി നേടിയ വിജയം വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ അന്ന് LDF ശ്രമിച്ചു. അതിനുശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത്. കൃത്രിമമായിട്ട് അവരൊരു കേസ് ഉണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ജനകീയ കോടതി വിധി മാനിച്ചില്ല. ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തോ കാത്തിരുന്ന് അല്ല, അതും പറയാൻ പറ്റില്ല. കാത്തിരുന്ന വിധി വിധി എന്താവും എന്നുള്ളത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിശ്വാസം. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും എനിക്ക് ഒരു മെമ്മ പോലും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, പെരുമാറ്റച്ചട്ടം 100% പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ ഇടതുപക്ഷ മുന്നണിക്കും അവരുടെ സ്ഥാനാർത്ഥിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥ വസ്തുത. അല്ല, അതാണല്ലോ ആദ്യം തന്നെ പ്രചരിപ്പിച്ചത്. എന്താ, BJPയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, BJPയുടെ വോട്ട് വാങ്ങിയാണ്, എന്നാൽ ഞാൻ ജയിച്ചത്, UDF ജയിച്ചത് എന്ന് പ്രചരിപ്പിച്ചു. യഥാർത്ഥം പറഞ്ഞാൽ LDFൻ്റെ വോട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അന്ന് LDF നടപടി എടുത്തിട്ടുണ്ട്. CPM ചില നേതാക്കന്മാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. വെറുതെ നടപടി എടുക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, അവരുടെ വോട്ട് കുറഞ്ഞു എന്നുള്ളതിന് അന്ന് അവർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രചരണം മുഴുവൻ BJPയുടെ വോട്ട് വാങ്ങിയാണ് ഞാൻ ജയിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും നിയമസഭയിലും അങ്ങനെ പറയുകയുണ്ടായി. യഥാർത്ഥം പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞത് വളരെ ദുഃഖകരമാണ്. കാരണം തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. കോടതി ഇപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കോടതി കണ്ടെത്തി കഴിഞ്ഞല്ലോ. കോടതി അതിനെക്കുറിച്ചുള്ള വിധി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ, മറിച്ച് കരുതണെന്തിനാ? ഞങ്ങൾ അങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്ലിപ്പ് അടിച്ചിട്ടില്ലല്ലോ. ചുവരെഴുത്ത് ആ പ്രശ്നങ്ങളെല്ലാം കോടതി ആദ്യം തന്നെ തള്ളിയേർന്നു. ആദ്യം തന്നെ തള്ളിയിട്ട് ഈ മതചിഹ്നം ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നം നിലനിൽക്കുമെന്നാണ് കോടതി ആദ്യം പറഞ്ഞത്. അപ്പോൾ അതും ഇപ്പോൾ തള്ളി എന്നുള്ളതാണ്.
കോടതി വിധിയുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലോക്സഭ അതെ, തീർച്ചയായിട്ടും ഈ വിധി തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലെ UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ്. കേരളത്തിലെ UDFനും ആവേശം പകരുന്ന ഒരു വിധിയാണ്. കാരണം കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടാകും. ഈ CPMൻ്റെ കൃത്രിമങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വ്യവഹാരങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരവസരമാണിത്. കാത്തിരിക്കാൻ ചെറിയ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം അതില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് സർക്കാരല്ലല്ലോ കേസ് നടത്തിയത്. അതായത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കുള്ളൊരു തിരിച്ചടിയാണ്.